മാന്യ പ്രേക്ഷകർക്ക് പ്രഭാത വന്ദനങ്ങൾ. ഡിവൈൻ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ലൈഫ് ഇൻ ജീസസ് പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കണ്ടുമുട്ടുവാനും നിങ്ങളോട് സുവിശേഷത്തിൻ്റെ സദ്വാർത്താനം അറിയിപ്പാനും ലഭിച്ച ഈ അവസരം ഒരു വിലയേറിയ പദവിയായി ഞങ്ങൾ കണക്കാക്കുന്നു. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ബട്ട് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. I am not trying to lift up my religion or pull down any other religion. ഇന്ന് പലക്കാലം നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കുവാനുള്ള ഒരു രക്ഷയുടെ സന്ദേശം മനസ്സലിവുള്ള മനുഷ്യപുത്രനായ യേശു കർത്താവിനെ കുറിച്ചത്രേ. നിങ്ങൾ അറിയേണ്ടതും നിങ്ങൾ ജീവിതത്തിൽ അംഗീകരിക്കേണ്ടതുമായ നന്മയുടെ സന്ദേശമത്രേ ഈ പലക്കാലം നിങ്ങൾ ശ്രവിക്കാൻ പോകുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ ലൂക്കോസ് സുവിശേഷകൻ യേശു കർത്താവിനെ സംബോധന ചെയ്തത് ആ ദൈവം ഭൂമിയിൽ മനുഷ്യപുത്രനായി അവതരിച്ചു എന്നുള്ളതാണ്. മാനവജാതിയുടെ വിഷയങ്ങൾക്ക് ഈ രക്ഷകൻ മനസ്സലിവുള്ള ഒരു ഹൃദയവുമായി അവരോട് പ്രതികരിച്ചു. സമൂഹത്തിൽ തള്ളപ്പെട്ടവർ, തിരസ്കരിക്കപ്പെട്ടവർ, അശരണർ, യാതൊരു അഭയമില്ലാത്തവർ, ലോകത്താൽ വെറുക്കപ്പെട്ടവർ, മുറിവേൽക്കപ്പെട്ടവർ, ചുങ്കക്കാർ, പാപികൾ, അനീതി പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും യേശു സ്നേഹിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം ഒരു പ്രതിപാദ്യ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ അല്പനേരം മനസ്സലിവുള്ള നിങ്ങളുടെ വേദനകളോട് പ്രതികരിക്കുന്ന യേശു കർത്താവിനെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സ്നേഹസ്പർശനത്തിനും ആശ്വാസവദനത്തിനുമായി ദാഹിക്കുന്ന, മുറിവേൽക്കപ്പെട്ടവരാൽ നിറയപ്പെട്ട ഒരു വലിയ സമൂഹം അത്രയും നമ്മുടെ മുന്നിലുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനും, ദുഃഖിതന്മാർക്ക് ആശ്വാസം നൽകുവാനും, പീഡിതന്മാരെ വിടുവിക്കുവാനും, തകർന്ന മനസ്സിൻ്റെ മുറിവുകളെ കെട്ടുവാനും യേശു വന്നിരിക്കുന്നുവെന്ന് ലൂക്കോസ് സുവിശേഷകൻ വിശുദ്ധ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ താക്കോൽ വാക്യം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശുവിൻ്റെ ജനനത്തിങ്കൽ ദൂതന്മാർ വന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ പ്രഭാഷണം നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ ഭാവിക്കും മരണാനന്തരമുള്ള നിങ്ങളുടെ ജീവിതത്തിനും ഇത് വളരെ പ്രയോജനമായി ഭവിക്കും. ഈ തിരുവഴുത്തിൽ നിന്ന് ഇന്ന് പാൽക്കാലത്തെ നമ്മുടെ ആത്മീയ പഠനത്തിനായി ഒരു ചിന്തയെ ഞാൻ അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റു ഇരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. നിരാശയോടുള്ള അല്ലെങ്കിൽ ദുഃഖത്തോടുള്ള യേശുദേവൻ്റെ പ്രതികരണമാണ് ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വായിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വിധവയായ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഏക മകൻ, ആ മകൻ മരിച്ചു പോയിരിക്കുന്നു. ഒരു വലിയ വിലാപയാത്രയോടുകൂടി ആ മകൻ്റെ ഭൗതിക ശരീരം ശവക്കല്ലറയിൽ സംസ്കരിക്കുവാൻ പുരുഷാരം ഒരു പട്ടണവാതിൽ കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന
ഒരു വിലാപത്തിൻ്റെ യാത്ര അല്ലെങ്കിൽ ഒരു ദുഃഖത്തിൻ്റെ യാത്രയാണ് തിരുവചനത്തിൽ നാം വായിച്ചു കേട്ടത്. നാം ഇത് വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഒരുപക്ഷെ ഇതിന് സമാനമായ അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്ന ഞാനും നിങ്ങളും നിങ്ങളുടെ ദുഃഖത്തോടും നിങ്ങളുടെ നിരാശയോടും നിങ്ങളുടെ പ്രശ്നത്തോടും നിങ്ങളുടെ തകർച്ചയോടും നേരിട്ട് വന്ന് എതിരിടുന്ന, അതിനോട് പ്രതികരിക്കുന്ന, പ്രതീകാത്മകമായി അതിനെ നന്മയിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരു രക്ഷകനെ അത്രേ ഈ സന്ദേശത്തിൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. 4 വിധ കൂടിക്കാഴ്ചകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. വിധവയുടെ നിരാശയുടെ ബന്ധത്തിൽ എൻ്റെ യേശു കർത്താവിൻ്റെ 4 വിധ പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിരാശയോടുള്ള യേശുവിൻ്റെ പ്രതികരണം, റെസ്പോൺസ് ഓഫ് ജീസസ് ടു ഫ്രസ്ട്രേഷൻ. ദുഃഖത്തിലിരിക്കുന്ന ഒരു കുടുംബത്തോട് കർത്താവ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പട്ടണവാതിക്കൽ വെച്ച് 4 കൂടിക്കാഴ്ചകൾ നടക്കുന്നു. There are 4 encounters in the township. വിധവയുടെ ഏകജാതനായ മകനുമായി ആ പട്ടണത്തിലെ പുരുഷാരം അതിവേഗം ശവക്കോട്ടയിലേക്ക് അനുഗമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന് വിരോധമായി ആ പട്ടണത്തിലേക്ക് യേശുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പുരുഷാരം ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. 2 ജനക്കൂട്ടങ്ങളുടെ കൂടിക്കാഴ്ച. ഒന്നാമത്തെ ജനക്കൂട്ടം വിലാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും പ്രതീകമായ ഏകമകൻ്റെ നിര്യാണത്തിൽ വളരെ ഭാരത്തോടും വേദനയോടും സങ്കടത്തോടും കണ്ണുനീരിൻ്റെ കയത്തിൽ അകപ്പെട്ട ഒരു കുടുംബത്തിന് തകർച്ചയുടെ യാത്ര. എന്നാൽ മറ്റൊരു കൂട്ടം യേശു കർത്താവിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹം അനുഭവിച്ച്, നന്മകൾ അനുഭവിച്ച്, വിടുതലുകൾ അനുഭവിച്ച്, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ദൈവിക സമാധാനം പ്രാപിച്ച അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമുള്ള, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുള്ള, നന്മകളാൽ നിറഞ്ഞ പുരുഷാരത്തിൻ്റെ ഒരു ഘോഷയാത്ര ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, സങ്കടമെന്ന് പറയട്ടെ, ആ പട്ടണത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു വലിയ വിലാപയാത്രയാണ്. 2 ജനക്കൂട്ടങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. ഒന്ന് മരണത്തിൻ്റെയും 2 സന്തോഷത്തിൻ്റെയും. എൻകൗണ്ടർ ഓഫ് 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്. ഒന്നിൻ്റെ നായകൻ യേശു കർത്താവ്. ആ യാത്രയുടെ പ്രത്യേകത, എല്ലാവരും സന്തോഷിക്കുന്നു, എല്ലാവരും ആനന്ദിക്കുന്നു, എല്ലാവർക്കും സമാധാനത്തിൻ്റെയും നന്മയുടെയും കാര്യങ്ങൾ മാത്രം അന്യോന്യം പറയുവാൻ കഴിയും. എന്നാൽ മറ്റേ കൂട്ടം ആർക്കും സന്തോഷം പങ്കുവെക്കാൻ കഴിയാതെ വിധവയുടെ ഭാവിയോർത്ത്, ആ കുടുംബത്തിൻ്റെ അനാഥത്വമോർത്ത് വിലപിക്കുന്ന ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സ്നേഹിതരും അഭ്യുതകാംക്ഷികളും നാട്ടുകാരും അടങ്ങിയ ഒരു വലിയ പുരുഷാരം. പ്രിയ സ്നേഹിതരെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായൊരു കാര്യം പങ്കുവെക്കട്ടെ. ഞാനും നിങ്ങളും ഇതിലേതെങ്കിലും ഒരു കൂട്ടത്തിലാണ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് ഞാനും നിങ്ങളും. ഒന്നുകിൽ നിങ്ങൾ നിരാശയുടെ വക്കിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തിൻ്റെ യാത്രയിലായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ പലകാലം ഒരു സ്വയം ശോധനയ്ക്ക് വേണ്ടി നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടും? നിങ്ങളുടെ ജീവിതം ഇന്നും നിരാശയുടെ വക്കിലും തകർച്ചയിലും ആകുലതയിലും ഭാരത്തിലുമാണെങ്കിൽ, നിങ്ങൾ വളരെ വേഗം ശവക്കോട്ടയിലേക്ക്, ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ നിരാശയുടെ കൂട്ടത്തിൽ നിന്നും സന്തോഷത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ വില കൊടുക്കണ്ട, പുണ്യപ്രവൃത്തികൾ ചെയ്യണ്ട, നിങ്ങൾ സ്വയം നീതി പ്രവൃത്തികളൊന്നും ചെയ്യണ്ട. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ശിക്ഷാവിധി മാറും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഇനി ശിക്ഷാവിധി ഇല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മരണാന്തരം ഒരു ജീവിതമുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സുവർണാവസരമാണിത്. ദുഃഖത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് സന്തോഷത്തിൻ്റെ നിരയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് പലകാലം പ്രവേശിക്കാം.